അപ്പോൾ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മളിവിടെ കൊട്ടാരക്കരയ്ക്ക് വെളിയ പഞ്ചായത്തിനടുത്തുള്ള ഒരു മലയുണ്ട്, മുട്ടറമല എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അത് കാണാൻ പോകും. അപ്പോൾ രഞ്ജിത്ത് ടെറേസിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പം ഇത് എത്രമാത്രം പോയിസം കിട്ടുമെന്ന് അറിയത്തില്ല, എങ്കിലും സ്വാഗതം. വഴിക്ക് ശോകമാണ്, വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മറ്റേ ഈക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്താ നമുക്ക് കുറച്ച് എന്നിട്ട് കാണാം. നമ്മളിവിടെ സത്ത് വന്ന ഒരാൾക്ക് നടക്കുന്നത്. അത് അന്നേരമാണ് ഈ മേലെ പറ്റിയാണ് നിങ്ങളത് കാണിക്കാൻ കഴിയും. വഴി കുറച്ച് മോശമാണ്. ഇത് ഉടനെ ഈ പണിയെല്ലാം കഴിയുമായിരിക്കും. ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനാണോ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. കാരണം ഇത് കണ്ടെത്താൻ ഇച്ചിരി പാടാണ്. നമുക്ക് പുറമെ കാണാൻ പറ്റും, പക്ഷേ ഇത് കുറച്ച് പാടാണ് തോന്നുന്നു. രണ്ടുമില്ല ഇത് ഇതുപോലുള്ള ചെറിയ വഴിക്കവരൊക്കെ കേൾക്ക്. ഇപ്പോൾ തന്നെ സമയത്ത് ലേറ്റ് വീഡിയോസ് വരാനുണ്ടോ, എന്നാൽ പിന്നെ പെട്ടെന്ന് അത് കണ്ടിട്ട് പോകാനായിരുന്നു. പിന്നെ കുറേ ചെറിയ കടകളുണ്ട്, റോഡ് ഓഫ് റോഡ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇത് തന്നെ സ്ഥലം നല്ല വീട്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് വന്ന് ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റെപ്പാണ് ഇവിടെ, സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടി. അപ്പോൾ സൈഡിൽ കാണുന്ന പാറമടയായിരുന്നു തോന്നുന്നു പണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ പതുക്കെ കയറി തുടങ്ങി. പത്തനംതിട്ടയിൽ ചുറ്റിപ്പാറയുണ്ട്. ചുറ്റിപ്പാറയ്ക്ക് എത്ര ഇതിലും കൂടി സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ നമുക്ക് കയറി നോക്കാം. ഇത് നല്ലൊരു ലൊക്കേഷൻ കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ലൊക്കേഷനാണ്. റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല അങ്ങോട്ട് കയറാം. ഇപ്പോൾ സമയം 6:51. എന്നാൽ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന് ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് കഥയ്ക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് പറയാനുണ്ട്, നല്ലതായിട്ട് അടപ്പ് വയ്ക്കും. അതിനിപ്പോൾ ഒത്തിരി നാളെ ട്രക്കിങ്ങിന് പോയിട്ട് നല്ലതായിട്ട് കരയ്ക്കുന്നുണ്ട്. പോകാത്തതിന് അറിയാനുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ യാദൃശ്യമായിട്ട് എത്തിപ്പെട്ട സ്ഥലത്ത് കൊള്ളാം കേട്ടോ, നല്ലൊരു സ്ഥലം അത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പം അവിടെ നമുക്ക് ഈ ഭാഗത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. വ്യൂ എങ്ങോട്ടോ നോക്കാം. അസാധ്യമായി വ്യൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതും കണ്ടു നോക്കാം നമുക്ക്. ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്, താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള. നല്ലൊരു വ്യൂ ഉണ്ട്. താഴെ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ഇതിന് മുകളിലൊരു അമ്പലമുണ്ട്, അതുകൊണ്ട് അവിടെ അതൊരു അയ്യപ്പൻ അമ്പലം കേട്ടോ എന്ന് തോന്നുന്നു.
അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അയ്യപ്പൻ അമ്പലം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് നമ്മുടെ സൈറ്റ്. ഞാൻ നോക്കട്ടെ പോയിൻ്റ് കിട്ടുമെന്ന്. ഏത് വ്യൂ ആണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എവിടെയാണ്. ഞാൻ ആ സൈറ്റിൽ നിന്നിപ്പോൾ താഴെ നിന്നിപ്പോൾ കണ്ടായിരുന്നു നമ്മുടെ സൈറ്റിനോടൊന്ന് ഇന്ന് താട്ട് നോക്കി. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. ഇതിപ്പോൾ ഇക്കോ ടൂറിസം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം. കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സൈറ്റ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. താഴെ അമ്പലം കാണുന്നുണ്ട്. നമ്മളിങ്ങനെ കറങ്ങി റോഡിൽ കൂടെ കയറുന്നത്. ഏത് ഭാഗത്താണെന്നൊരു ഇതും കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. കണ്ട് നമ്മുടെ സൈറ്റ് ചെയ്തേണ്ട ആ ഭാഗത്തുണ്ട് തോന്നുന്നു. അവിടെ കുറച്ച് വീടുണ്ട് ആ ഭാഗത്ത്. അതായത് ഇവിടെ ഒരു കാണാൻ നിങ്ങൾക്ക് വിട്ടുപോയി അവിടെ. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു വീടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റിനോവേഷൻ നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞങ്ങളിവിടെ എത്തിയതാണ്. അപ്പോൾ അവനാണ് ഇവിടെ ഒരു പാറയുണ്ട്, അപ്പോൾ നല്ല വ്യൂ ആണ്, പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. അതാണ് ഇപ്പം ഇച്ചിരി വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ സഹകരിക്കുക. നമ്മുടെ സൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ ഇതായി കാണുന്നതാണ് പാറ. നമ്മുടെ സൈറ്റിൽ നിന്നാണ് ഇങ്ങനെ അടുത്താണ് തോന്നുമെങ്കിലും ഇത് ചുറ്റിക്കറങ്ങി കഴിക്കുന്നൊരു 3 കിലോമീറ്ററെങ്കിലും പോകണം തോന്നുന്നു ഇതിന് എൻട്രൻസ് ചെല്ലാൻ വേണ്ടി. ഇവിടെ ഒരു മലയുണ്ട്. പാറയ്ക്ക് ഇവിടെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു ഇതൊക്കെ. അവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതുണ്ടോ ബോട്ടിൽസൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളത്. പക്ഷെ ഒന്നവർ അങ്ങനെ ഭൂരിഭാഗം ഒന്നും ഇവിടെ ഒന്നും വലിച്ചു വാരി ഇട്ടിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് വേണ്ട കുറച്ചൊക്കെ അവിടെ തന്നെ ഇടാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ട് ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.